ഹായ്, എല്ലാവർക്കും മിസൽ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനായി എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്നൊരു നിമിഷത്തിൽ അവസാനിക്കുന്നതല്ല. ശരിക്കും അതിൻ്റെ സയൻസൊക്കെ കുറേ മുന്നേ മുതലേ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റും. അതായത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് കഴിയുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളത് അറിയുണ്ടാവുക ചിലപ്പോൾ റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനായി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈനുകളൊക്കെ നമുക്കതിൽ അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. അതായത് അവരോട് നിങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേഷൻഷിപ്പിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് നമുക്ക് നഷ്ടമായി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരോടുള്ള സ്നേഹം പതിയെ പതിയെ കുറഞ്ഞു വരികയല്ലേ ചെയ്യാം. അപ്പോൾ വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർ മുന്നേ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. കുറേ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറേ മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ പറയുന്ന രീതിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാത്തത്. മീൻസ് അത് നഷ്ടമായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് അവരോട് തോന്നുന്നില്ല, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുമില്ല അവർ ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല, വിശ്വസിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ആ റിലേഷൻഷിപ്പ് അധികകാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ നഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ എപ്പോഴും ഫൈറ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് ഒരു വഴക്കിലേക്കോ അടിയിലേക്കോ ഒക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും ഒരിക്കലും നല്ലതല്ല. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പിണക്കവും ഇണക്കവും ഒക്കെ നല്ലതാണ്, അത് വളരെ ചെറുത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ രീതിയിൽ അങ്ങനെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് സംസാരിച്ചു തുടങ്ങിയാലും അതൊരു വഴക്കിലാണ് അവസാനിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ലതായിരിക്കില്ല. നിങ്ങൾ ആലോചിക്കുക, ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും. മാത്രമല്ല എപ്പോഴും ഇങ്ങനെ വഴക്കുകളും ഫൈറ്റും കാര്യങ്ങളും മാത്രമാണെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടും. കാരണം ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. അവർ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് തമാശകൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ഒന്ന് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത വഴക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ലാന്ന് തോന്നും. അതായത് ഒരു നരകമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആ ബന്ധത്തിൽ നിൽക്കാനായിട്ട് തോന്നില്ല. എങ്ങനെയല്ല ഒന്ന് അവസാനിപ്പിച്ച് പോയാൽ മതി എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമുക്കാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്ക് മാത്രമാണ്, ഫൈറ്റ് മാത്രമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും റിലേഷൻഷിപ്പ് അവസാനിക്കും, വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. അതല്ലെങ്കിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. പരസ്പരം നല്ല രീതിയിൽ ആശയവിനിമയം നടത്തിയാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുക. മനസ്സിലാക്കുന്നിടത്താണ് സ്നേഹം തുടങ്ങുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അവരെ എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും നമുക്ക് അവരോടുള്ള സ്നേഹം കൂടിക്കൂടി വരും എന്നുള്ളതാണ്. സോ ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതും ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റിമസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാനസിക ശാരീരിക ഇഷ്ടങ്ങളും കാര്യങ്ങളും നമുക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രാധാന്യമുണ്ട്. ആശയവിനിമയം ഇല്ല, പഴയതുപോലെ സംസാരിക്കുന്നില്ല, പണ്ട് വാദോരാതെ സംസാരിച്ചിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ബന്ധം നീണ്ടു നിൽക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും അങ്ങോട്ട് ചിന്തിക്കാൻ കഴിയുണ്ടാവില്ല. അതായത് ഒരു 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും നിങ്ങളോട് ബിഹേവ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമോ, അതല്ലെങ്കിൽ അവരൊപ്പമുള്ള ആ ഒരു ഭാവി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല, മനസ്സിലേക്ക് ആ ഒരു പിക്ചേഴ്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇവരൊരിക്കലും എൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല, ഈ ബന്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളത്
നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല ഭാവി ജീവിതത്തെക്കുറിച്ച്. ഇത്തരത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവി, ഇനിയിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ലൈഫ് ഗോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. രണ്ടുപേരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ഗോളും കാര്യങ്ങളും അതുപോലെ ആയിരിക്കില്ല അവരുടെ എന്ന് പറയുന്നത്, വ്യത്യസ്തമായിരിക്കാം. വ്യത്യാസമുള്ളത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ചെറിയ രീതിയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാനെങ്കിലും കഴിയണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം, അവർക്ക് പുറത്തു പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ, രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ഒരുപോലെ ആയിക്കൊള്ളണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചുകൊണ്ട് ശരി കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം, എന്നിട്ട് ലീവ് കിട്ടുന്ന സമയത്ത് ഒരുമിച്ചിരിക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതല്ലാതെ എല്ലാം നീ പുറത്ത് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, നാട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് നമ്മൾ വായിച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നല്ലതാവില്ല. അപ്പോൾ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും ഗോൾസ് ഒക്കെ നടക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ തടസ്സം പറയുകയോ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങേണ്ടി വരികയോ ഒക്കെയാണ് ആ പേഴ്സൺ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരിക്കലും ഇഷ്ടമാവില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോൾസ് ഒക്കെ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ രീതിയിൽ പോലും യോജിപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളതും ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിലേതെങ്കിലും രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു പെട്ടെന്നൊരു ബ്രേക്കപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷൻസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. സോ അതിനെ നിങ്ങൾ ശ്രമിക്കുക. കൺമുന്നിൽ കാണുന്നതൊക്കെ നിങ്ങൾ കാണാതിരിക്കരുത്. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് മനസ്സിലാക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.